നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 813th day. Today 35th sloka of Pradhamaskandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 813 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതി വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 35ാമത്തെ ശ്ലോകം. വാരാവതരണായാന്യേ ഭുവോ നാവ ഇവോ ദദൗ സീദന്ത്യാ ഭൂരിഭാരേണ ജാതോ ഹ്യാത്മഭുവാർത്തിത. ഓം തത്സത്. വാരാവതാരണായാന്യേ ഭുവോ നാവ ഇവോ ദദൗ സീദന്ത്യ ഭൂരിഭാരേണ ജാതോ ഹ്യാത്മഭുവാർത്തിത. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഭാരാവതരണായ അന്യേ ഭുവോ നാവ ഇവോദതോ സീദന്ത്യ ഭൂരിഭാരേണ ജാത ആത്മഭുവാർത്തിത. ജാത ആത്മഭുവാം ജാത ആത്മഭുവാ അർത്തിത. ജാതോ ഹ്യാത്മഭുവാർത്തിത എന്നുള്ളത് ജാത ആത്മഭുവ അർത്തിത. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഭൂരിഭാരേണ അധികരിച്ച ഭാരം കൊണ്ട്, സീദന്ത്യ തളർന്നിരിക്കുന്ന, ഭുവ ഭൂമിയുടെ, ഉദധൗ സമുദ്രത്തിൽ, നാവ ഇവ കപ്പലിൻ്റെ എന്ന പോലെ, ഭാരാവതരണായ ഭാരത്തെ തീർക്കാനായിക്കൊണ്ട്, ആത്മഭുവ എന്ന് പറയുന്നത് ബ്രഹ്മാവിനെയാണ്. ബ്രഹ്മാവിനാൽ അർത്ഥിത പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട്, ജാത അവതരിച്ചു എന്ന് അന്യേ വേറെ ചിലർ. ഓരോരുത്തരും ഭഗവാൻ എന്തിനാണ് അവതരിച്ചു എന്ന് പറയുന്നത് കുന്തിദേവി എടുത്തു പറയുകയാണ്. രണ്ട് പക്ഷക്കാരുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഇപ്പോൾ മൂന്നാമത്തെ പക്ഷം പറയുകയാണ്. അധികമായ ഭാരം നിമിത്തം ഒരു കപ്പൽ സമുദ്രത്തിലേക്ക് ചരിയുവാൻ നിൽക്കുന്നതുപോലെ അധികമായ ദുഷ്ടന്മാരുടെ ഭാരം കൊണ്ട് പാതാളത്തിലേക്ക് അമർന്നു പോകുവാൻ തുടങ്ങുന്ന, നശിക്കാൻ പോകുന്ന, ഈ നിലതെറ്റി താഴാൻ പോകുന്ന ഭൂമിയുടെ അധിഭാരത്തെ, ദുഷ്ടന്മാർ വർദ്ധിക്കുമ്പോൾ ഭൂമിക്ക് ഭാരം വർദ്ധിക്കും, നല്ലവർ ഉണ്ടാകുമ്പോൾ ഭൂമിക്ക് ഭാരം കുറയും എന്നാണ് പറയുന്നത്. നാം കരുതുന്ന സാധാരണ ഭാരമല്ല ഈ ഭാരം. ഇത് വേറെ വിധത്തിൽ കൽപ്പിക്കേണ്ടതാകുന്നു. ഓരോ തരത്തിലുള്ള ഭാരത്തിനും ഓരോ തരം അർത്ഥമാണ്. ദുഷ്ടന്മാരുടെ അധികത്വം കൊണ്ട് ഭൂമിയുടെ ഭാരം വർദ്ധിച്ച് നിലതെറ്റി താഴാൻ തുടങ്ങുന്ന ആ ഭൂമിയുടെ ഭാരത്തെ കുറക്കുവാൻ വേണ്ടി ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന പ്രകാരം അവിടുന്ന് അവതരിച്ചതാണ് എന്ന് വേറെ ചിലർ പറയുന്നു എന്ന് കുന്തിദേവി പറയുകയാണ്. ഭൂമിക്ക് ദുഷ്ടന്മാരുടെ വർധനവുണ്ടാകുമ്പോൾ ഭാരവും സങ്കടവും സഹിക്കാൻ പറ്റുകയില്ല. അങ്ങനെയാവുമ്പോൾ ഭൂമി നിലതെറ്റി താഴാൻ പോകും. ഭൂമിയുടെ സങ്കടം സഹിക്കാൻ കഴിയാതെ
ആ വിഷമം ഭൂമിദേവിയുടെ വിഷമം കണ്ട് ബ്രഹ്മാവിന് സൃഷ്ടി നടത്തണമെങ്കിലും ഭൂമിയുടെ ആവശ്യമുണ്ട്. അപ്രകാരം ഭഗവാന്റെ തന്നെ ഭാര്യയായി കരുതുന്ന ഭഗവാന്റെ തന്നെ അംശമായ ആ ഭൂമിദേവിയെ കരകയറ്റാൻ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത് പ്രകാരം ഭഗവാൻ അവതരിച്ചതാണ് എന്ന്, ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് അവതരിച്ചതാണ് എന്ന് മറ്റു ചിലർ പറയുന്നു എന്ന് കുന്തിദേവി ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഭാരാവതാരണായാന്യേ ഭുവോ നാവ ഇവോദതോ സീതന്ധ്യാ ഭൂരിഭാരേണ ജാതോ ഹ്യാത്മഭുവാർത്തിത. ഓം ഭുവാർത്തിത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.